വിജയനഗരത്തിൽ ദീപാവലി ആഘോഷം. രാജാവ് ഈ ദീപാവലി പ്രജകളോടൊപ്പം ഗംഭീരമായി ആഘോഷിക്കാൻ തീരുമാനിച്ച് മന്ത്രിയെ വിളിപ്പിച്ചു. മന്ത്രി, നമ്മുടെ പ്രജകളോട് ദീപാലങ്കാരം ചെയ്യാൻ പറയൂ. ആരുടെ വീട്ടിലാണോ ഗംഭീരമായി ദീപാലങ്കാരം ചെയ്യുന്നത് അവർക്ക് 10,000 വെള്ളി നാണയങ്ങൾ പാരിതോഷികം നൽകപ്പെടുമെന്ന് വിളംബരം ചെയ്യൂ. രാജാവിന്റെ ഉത്തരവ് പ്രജകൾക്ക് വിളംബരം ചെയ്തു. എല്ലാവരും ആ പാരിതോഷികം തങ്ങളുടെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചു. ദീപാവലി ദിവസം തെന്നാലി രാമൻ, മന്ത്രി എന്നിവരോടൊപ്പം രാജാവ് നഗരപ്രദക്ഷിണം നടത്തി. ഒരു മാളികയുടെ സമീപത്തെത്തിയപ്പോൾ ആ മാളികയിൽ ദീപാലങ്കാരം ചെയ്തിരിക്കുന്നത് കണ്ട് അവിടെ നിന്നു. രാജൻ, ഈ മാളിക നമ്മുടെ അരമനയിലെ രത്നവ്യാപാരിയുടേതാണ്. ഇതിന് പാരിതോഷികം നൽകാമെന്നാണ് എന്റെ അഭിപ്രായം. രാജൻ, എനിക്ക് പരിചയമുള്ളൊരിടത്ത് ഒരു ദീപം കത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അത് 1000 ദീപങ്ങൾക്ക് സമമാണ്. അങ്ങ് സമ്മതിക്കുകയാണെങ്കിൽ അങ്ങക്ക് ഞാനത് കാണിച്ചു തരാം. ഒരു ദീപം 1000 വിളക്കിന് സമമോ? ഇപ്പോൾ തന്നെ പോകാം. രാജാവും മന്ത്രിയും തെന്നാലി രാമനോടൊപ്പം യാത്രയായി. അല്പമകലെ താഴ്വരയിൽ ഒരാൽമരവും അതിന്റെ ചുവട്ടിൽ ഓലമേഞ്ഞ ഒരാശ്രമവും കണ്ടു. വന്നാലും രാജൻ, അങ്ങയുടെ ആഗമനത്താൽ ഈ ആശ്രമവും നിർധനരായ ഈ പാവപ്പെട്ട വിദ്യാർത്ഥികളും ഭാഗ്യം നേടിയിരിക്കുന്നു. ആചാര്യ, നിങ്ങളുടെ അധ്യയനത്തെ പ്രശംസിക്കുന്നു. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ചെയ്യുന്ന സേവനം മഹത്താണ്. രാജൻ, ആചാര്യന്റെ അടുത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒറ്റ ദീപം ശ്രദ്ധിച്ചു? അതാണ് ഞാൻ പറഞ്ഞ അതിശയ ദീപം. ഈ ഒരു ദീപം 1000 ദീപങ്ങൾക്ക് സമമാണ്. ഈ ജ്ഞാനപ്രകാശം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ജ്ഞാനം നൽകുന്നു. തെനാലി, താങ്കൾ പറഞ്ഞത് ശരിയാണ്. അറിവാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് മികച്ച ദീപം. ഈ ദീപം പ്രകാശിക്കുന്ന ഈ ആശ്രമത്തിനാണ് ഈ വർഷത്തെ ദീപാവലി പാരിതോഷികം. രാജാവ് ദീപാവലി പാരിതോഷികമായ വെള്ളി നാണയങ്ങൾ ആചാര്യനെ ഏൽപ്പിച്ചു. വിദ്യാർത്ഥികൾ കരഘോഷത്തോടെ തങ്ങളുടെ സന്തോഷം വെളിപ്പെടുത്തി. എന്താ കൂട്ടുകാരെ, ജീവിതത്തിൽ അറിവ് എന്നത് എത്ര പ്രധാനമാണെന്ന് ഇപ്പോൾ മനസ്സിലായോ? അപ്പോഴുള്ള കാലാവസ്ഥയെക്കുറിച്ചും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും ചർച്ച നടന്നു. രാജൻ, പ്രകൃതി മാതാവ് നമ്മുടെ രാജ്യത്തെ മനോഹരമാക്കിയിരിക്കുന്നു. അതിനാൽ നമുക്ക് കാട്ടിൽ കുതിര സവാരി ചെയ്ത് ആസ്വദിക്കാം. നാമും അത് തന്നെയാണ് ചിന്തിച്ചത്. പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണ് ഈശ്വരൻ നമുക്ക് കണ്ണുകൾ നൽകിയിരിക്കുന്നത്. പതിവ് പോലെ നാളെ രാവിലെ നമുക്ക് പുറപ്പെടാം.